പത്തനംതിട്ട തണ്ണിത്തോട്ടിൽ നായാട്ടു സംഘം പിടി. 4 പേരടങ്ങുന്ന നായാട്ടു സംഘത്തെ അതിസാഹസികമായാണ് വനം വകുപ്പ് പിടികൂടിയത്. പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. തോക്കുൾപ്പെടെയുള്ള ആയുധങ്ങളും പിടിച്ചെടുത്തു. കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു നായാട്ട് സംഘത്തെ വനം വകുപ്പ് പിടികൂടിയത്. തണ്ണിത്തോട് ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിൽ വേട്ടയ്ക്കെത്തിയതായിരുന്നു 4 സംഘം. ആദ്യം നായാട്ട് സംഘമാണെന്ന് വനം വകുപ്പ് തിരിച്ചറിഞ്ഞില്ല. പിന്നീട് തോക്കും കത്തിയും അടക്കമുള്ള ആയുധങ്ങൾ കണ്ടതോടെയാണ് നായാട്ട് സംഘമാണെന്ന് മനസ്സിലായത്. പ്രതികളെ കീഴ്പ്പെടുത്താനുള്ള ശ്രമത്തിനിടെ വനം വകുപ്പ് ജീവനക്കാർക്കും പരിക്കേറ്റു. തണ്ണിത്തോട് ഫോറസ്റ്റ് സ്റ്റേഷന്റെ പരിധിയിൽ സ്ഥിരമായി നടത്തിവരുന്ന രാത്രികാല പരിശോധനയുടെ ഭാഗമായിട്ട് പരിശോധന നടത്തുമ്പോഴായിരുന്നു ഈ നായാട്ട് സംഘത്തെ പിടികൂടിയത്. അവർ ആയുധങ്ങൾ ഉൾപ്പെടെ വന്നവരാണ്. അവരിൽ നാടൻ തോക്കും കത്തിയും ഒക്കെ ഉണ്ടായിരുന്നു. ശ്രമകരമായൊരു ദൗത്യമായിരുന്നു. അവർ സ്റ്റാഫുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. നാടൻ തോക്ക് ഉപയോഗിച്ച് വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ വെടിവെക്കാനും ശ്രമമുണ്ടായി. കൈക്ക് പരിക്കേറ്റ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ ജിതേഷ് കുമാർ ആശുപത്രിയിൽ ചികിത്സ തേടി. തോക്കുംതോട് സ്വദേശികളായ പ്രവീൺ പ്രമോദ്, അനിൽ, സുരാജ്, സ്മിജു സണ്ണി എന്നിവരാണ് പിടിയിലായത്. നാടൻ തോക്ക് ഉൾപ്പെടെയുള്ള മാരകായുധങ്ങളുമായിട്ടാണ് അവർ എത്തിച്ചേർന്നത്. അപ്പം തീർച്ചയായിട്ടും അവരെ നേരിടുന്നത് തീർച്ചയായിട്ടും ശ്രമകരമായൊരു ദൗത്യമായിരുന്നു. 4 സംഘത്തിൽ നിന്നും അവർ സഞ്ചരിച്ച ഒരു ജീപ്പും ഒരു മോട്ടോർ ബൈക്കും പിടിച്ചെടുത്തിട്ടുണ്ട്. ഇവരെ ബഹുമാനപ്പെട്ട കോടതി മുൻപാകെ ഹാജരാക്കി കോടതി അവരെ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. നായാട്ട് സംഘത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്താനാണ് വനം വകുപ്പിന്റെ തീരുമാനം. സമീപ പ്രദേശങ്ങളിൽ എവിടെയെങ്കിലും ഇവർ വന്യമൃഗങ്ങളെ വേട്ടയാടിയിട്ടുണ്ടോ എന്ന് അന്വേഷിക്കും. കൂടുതൽ ആളുകൾ സംഘത്തിലുണ്ടോ എന്നും കണ്ടെത്തും. പത്തനംതിട്ട മജിസ്ട്രേറ്റിന് മുൻപാകെ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. 24 പത്തനംതിട്ട. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.